നമ്മുടെ മുറിവുകൾക്കുള്ള ഔഷധമാണ് യേശുവിന്റെ തിരുരക്തം. അവന്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. അവന്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. തെയോസ് ധ്യാന ചിന്തകളുടെ ഭാഗമായി ഇന്നും നാം ധ്യാനിക്കുന്ന വിഷയം അവന്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു എന്നതാണ്. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു സമയമാണ് വിശുദ്ധവാരം. ഈ വിശുദ്ധവാരത്തിൽ നമ്മൾ യേശുവിനെ കുറിച്ചും യേശുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പ്രത്യേകമായി ധ്യാനിക്കുകയും രക്ഷയിൽ വളരാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ധ്യാനിക്കുവാനും രക്ഷയിൽ വളരുവാനും നമ്മെ സഹായിക്കുന്ന വിശുദ്ധവാര ധ്യാന ചിന്തകളാണ് തെയോസ് വിശുദ്ധവാര ധ്യാന ചിന്തകൾ. തെയോസ് വിശുദ്ധവാര ധ്യാന ചിന്തകളുടെ 2ാം ദിവസത്തിലേക്ക് ഞാൻ നിങ്ങൾക്കേവർക്കും സ്വാഗതം അരുളുന്നു. ഈ ഒരാഴ്ചക്കാലം യേശുവിനോട് കൂടുതൽ അടുക്കുവാനും യേശുവിൻ്റെ വചനങ്ങളിൽ ആഴപ്പെടുവാനും യേശുവിനെ കൂടുതൽ സ്നേഹിക്കുവാനും യേശു ഈ ലോകത്തിന് നൽകിയ രക്ഷയുടെ അനുഭവത്തിൽ കൂടുതൽ വളരാനും നമുക്ക് പരിശ്രമിക്കാം. തെയോസ് ധ്യാന ചിന്തകളുടെ ഭാഗമായി ഇന്നും നാം ധ്യാനിക്കുന്ന വിഷയം അവൻ്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു എന്നതാണ്. യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമ്മുടെ രക്ഷയായി മാറി, അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. നമുക്ക് സൗഖ്യം നൽകുന്നതാണ് യേശുവിൻ്റെ മുറിവുകളും യേശുവിൻ്റെ പീഡാനുഭവങ്ങളും. പാപത്തിൽ വീണുപോയതുകൊണ്ട്, പാപത്തിന് അടിമപ്പെട്ടതുകൊണ്ട് നമ്മളായിരുന്നു വാസ്തവത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടത്. അതിൻ്റെ ഫലമായി നമുക്ക് ഈ ഭൂമിയിൽ അസ്വസ്ഥതകളും രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ നമ്മോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി കർത്താവ് ഈശോ മിശിഹ ഇവയെല്ലാം സ്വയമായി ഏറ്റെടുത്തു. ഇതിനെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ പ്രവചന രൂപത്തിൽ സംസാരിച്ചത്. ക്രിസ്തുവിന് മുമ്പ് 8-ാം നൂറ്റാണ്ടിൽ തന്നെ യെശയ്യാ പ്രവാചകൻ വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച് അവൻ സഹനദാസനായിരിക്കുമെന്നും അവൻ്റെ സഹനത്തിലൂടെ അവൻ നമുക്ക് രക്ഷ നൽകുമെന്നും മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. ആ പ്രവചനമാണ് യേശുവിൻ്റെ ജീവിതത്തിലൂടെ നിറവേറുന്നത്. യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ ആദ്യം ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്നാണ് രോഗികൾക്ക് സൗഖ്യം നൽകുക എന്നത്. അനേകം രോഗികളെ യേശു സുഖപ്പെടുത്തി. അനേകം രോഗികൾക്ക് അവരുടെ തീരാ രോഗങ്ങളിൽ നിന്ന് ഈശോ സൗഖ്യം നൽകി. കാരണം അവൻ ജനത്തിൻ്റെ രോഗങ്ങൾ തൻ്റെ മേൽ ഏറ്റെടുത്ത കാരുണ്യവാനായ കർത്താവായിരുന്നു. രോഗികളെ സുഖപ്പെടുത്താൻ തുടങ്ങിയ യേശുവിനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു എന്നത് നിറവേറാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ആ വാക്യം യേശുവിൽ നിറവേറി. അവൻ്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു. ഇന്ന് നാം രോഗങ്ങളാലും വേദനകളാലും പാപങ്ങളാലും വിഷമിക്കുന്ന അവസരത്തിൽ നാം ചിന്തിക്കണം, നമ്മുടെ പാപങ്ങൾക്കും നമ്മുടെ രോഗങ്ങൾക്കും പരിഹാരമായി യേശു മുറിവേറ്റിട്ടുണ്ട്, യേശു ക്ഷതമേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൂടെയാണ് നമുക്ക് രക്ഷ കൈവന്നിരിക്കുന്നത്. വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ വിശുദ്ധ പത്രോസ് ശ്ലീഹായും പറയുന്നു, അവൻ്റെ മുറിവുകളാലാണ് നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നത്.
അവന്റെ മുറിവുകളാൽ നമ്മുടെ രോഗങ്ങൾ സുഖമാക്കപ്പെട്ടു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മുറിവുകൾക്കുള്ള ഔഷധമാണ് യേശുവിൻ്റെ തിരുരക്തം. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നത്? യേശു മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ, യേശു ക്ഷതമേൽപ്പിക്കപ്പെടുമ്പോൾ രക്തം ചിന്തിക്കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഈ രക്തം ജീവന്റെ അടയാളമാണ്. രോഗത്തിന് പരിഹാരമാണ് ജീവൻ നൽകുന്ന ഈ രക്തം. പാപത്തിന് പരിഹാരമാണ് ജീവൻ നൽകുന്ന ഈ രക്തം. ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, ശരീരത്തിന്റെ ജീവൻ കുടികൊള്ളുന്നത് രക്തത്തിലാണ്. രക്തത്തിൽ ജീവനുണ്ട്. അതുകൊണ്ടാണ് രക്തത്തിലൂടെ പാപപരിഹാരം സംഭവിക്കുന്നത്. ജീവന്റെ ഉറവിടമാണ് രക്തം. രോഗം ജീവന്റെ കുറവാണ്. പാപം വഴി ജീവൻ നഷ്ടപ്പെടുന്നു. അവിടെ രോഗം വഴിയാണെങ്കിലും പാപം വഴിയാണെങ്കിലും ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ ജീവൻ വീണ്ടെടുക്കാൻ നമ്മെ സഹായിക്കുന്നത് രക്തമാണ്. യേശു മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ, യേശു ക്ഷതമേൽപ്പിക്കപ്പെടുമ്പോൾ അവന്റെ തിരുരക്തം വഴി, അവന്റെ പരിശുദ്ധമായ രക്തം വഴി നമുക്ക് ജീവൻ ലഭിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അവന്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. അവന്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു മനുഷ്യനായി അവതരിച്ചപ്പോൾ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യ ശരീരമല്ല യേശു സ്വീകരിച്ചത്. മറിച്ച് മനുഷ്യത്വം മുഴുവനാണ് ഈശോ സ്വീകരിച്ചത്. മനുഷ്യരെ മുഴുവൻ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വമാണ് ഈശോ സ്വീകരിച്ചത്. മനുഷ്യ സ്വഭാവമാണ് ഈശോ സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിച്ചപ്പോൾ യേശുവിന് മുൻപും യേശുവിന് പിമ്പും ഈ ലോകത്തിൽ ജനിക്കാൻ പോകുന്ന എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈശോ മനുഷ്യനായി അവതരിച്ചത്. ഈ യേശുവിന് മാറ്റമില്ല. ഹെബ്രായർക്കുള്ള ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ വചനം പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും എന്നും ഒരേ ആൾ തന്നെയാണ്. ആ യേശു സ്വീകരിച്ചത് മനുഷ്യത്വമാണ്. അതിനാൽ മനുഷ്യർ മുഴുവനും ആ യേശുവിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. യേശു മനുഷ്യ ശരീരം സ്വീകരിച്ചപ്പോൾ മനുഷ്യരുടെ മുഴുവൻ മനുഷ്യ സ്വഭാവം ഈശോ സ്വീകരിച്ചു. എന്നിട്ട് ആ മനുഷ്യ സ്വഭാവത്തെ, ആ മനുഷ്യത്വത്തെ, മനുഷ്യ പ്രകൃതിയെ ഈശോ നവീകരിച്ചു, സുഖപ്പെടുത്തി. ആ പാപവും രോഗങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് മനുഷ്യ ശരീരത്തെ, മനുഷ്യത്വത്തെ, മനുഷ്യ സ്വഭാവത്തെ ഈശോ നവീകരിച്ചു. അതുകൊണ്ട് യേശു മുറിവേൽപ്പിക്കപ്പെട്ട് ക്ഷതമേൽപ്പിക്കപ്പെട്ട് തന്നെ ബലിയായി അർപ്പിച്ചപ്പോൾ മനുഷ്യനെ മുഴുവനായി, മനുഷ്യ സ്വഭാവത്തെ മുഴുവനായി ഈശോ ഉൾക്കൊണ്ടതുകൊണ്ട് ആ മനുഷ്യ സ്വഭാവത്തിൽ പങ്കുപറ്റുന്ന എല്ലാവർക്കും സൗഖ്യം ലഭിക്കുന്നു. ആ മനുഷ്യ സ്വഭാവത്തിൽ പങ്കുപറ്റുന്ന എല്ലാവർക്കും പാപമോചനം ലഭിക്കുന്നു. നമുക്ക് ലഭിക്കേണ്ട ശിക്ഷയിൽ നിന്ന് നമുക്ക് ഇളവ് ലഭിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് 2-ാം ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ദൈവത്തിൽ നാം നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി ദൈവം അവനെ പാപമാക്കി മാറ്റി. നമ്മളാണ് പാപം ചെയ്തത്, എന്നാൽ ഈ പാപം യേശു ഏറ്റെടുത്തു. നമുക്ക് നീതി ലഭിക്കാൻ വേണ്ടി, നമുക്ക് സൗഖ്യം ലഭിക്കാൻ വേണ്ടി, നമുക്ക് കൃപ ലഭിക്കാനും ജീവൻ ലഭിക്കാനും വേണ്ടി യേശുവിനെ ദൈവം പാപമാക്കി. യേശുവിനെ ദൈവം പാപിയെ പോലെ കണക്കാക്കി. ആ യേശുവിലൂടെ നമുക്ക് സൗഖ്യം ലഭിച്ചു. അങ്ങനെ നമുക്ക് നീതീകരണം ലഭിച്ചു, നമുക്ക് നീതി ലഭിച്ചു. നമ്മുടെ മുറിവുകൾ സുഖപ്പെട്ടു, നമ്മുടെ രോഗത്തിന് സൗഖ്യം ലഭിച്ചു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ സൗഖ്യത്തിൽ നമുക്ക് പങ്കുപറ്റണമെങ്കിൽ, ഈ സൗഖ്യം ഇന്ന് നമ്മൾ പ്രാപിക്കണമെങ്കിൽ നാം 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമതായി യേശുവിൻ്റെ സഹനങ്ങളിൽ നമ്മളും പങ്കുപറ്റണം. സഹനം രക്ഷാകരമാണ് എന്ന് നാം തിരിച്ചറിയണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ പറയുന്നു, ഞാനെല്ലാം നഷ്ടമാക്കിയത്, ഞാനെല്ലാം ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിഞ്ഞത്, ഞാൻ സഹനങ്ങൾ ഏറ്റെടുത്തത് യേശുവിനെയും അവൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള ശക്തിയെയും അറിയുന്നതിനും അവൻ്റെ സഹനങ്ങളിൽ പങ്കുപറ്റുന്നതിനും വേണ്ടിയാണ്. നമ്മൾ ജീവിതത്തിൽ ക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ത്യാഗങ്ങൾ നമ്മൾ കുടുംബത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ സ്നേഹപൂർവ്വം സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ സഹനത്തിലാണ് നമ്മൾ പങ്കുപറ്റുന്നത്. അത് രക്ഷാകരമാണ്.
യേശുവിന് സഹനത്തിൽ പങ്കുപറ്റാൻ വേണ്ടി, യേശുവിനോട് ഒന്നായി കാണപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ത്യാഗങ്ങൾ സഹിക്കുന്നതും നമ്മൾ വേദനകൾ സഹിക്കുന്നതും. നമ്മൾ വെറുതെ ത്യാഗം സഹിക്കാൻ വേണ്ടി ത്യാഗം സഹിക്കുന്നവരെല്ലാം, മറിച്ച് ആ ത്യാഗത്തിലൂടെ വലിയ ആധ്യാത്മിക നന്മകൾ ലഭിക്കാൻ വേണ്ടി, രക്ഷയുടെ അനുഭവം ഉണ്ടാക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് നന്മയുണ്ടാക്കാൻ വേണ്ടി ക്രൈസ്തവമായ രീതിയിൽ, ക്രിസ്തീയമായ രീതിയിൽ ത്യാഗം സഹിക്കുന്നവരാണ്, സഹനം ഏറ്റെടുക്കുന്നവരാണ്. ഇങ്ങനെ സഹനങ്ങളിൽ പങ്കെടുക്കുന്നത് വഴി നമുക്ക് രക്ഷയിൽ വളരാൻ സാധിക്കും, സൗഖ്യത്തിൽ വളരാൻ സാധിക്കും. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ ഫിലിപ്പിയക്കാരോട് പറയുന്നു, യേശുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാനും കൂടിയുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. എല്ലാ ക്രിസ്ത്യാനികളും ഓർത്തിരിക്കേണ്ട വലിയൊരു സത്യമാണിത്. യേശുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന്റെ നാമത്തിൽ സഹിക്കാൻ, അവന്റെ നാമത്തിൽ അവമാനം സഹിക്കാൻ, അവന്റെ നാമത്തിൽ ക്ലേശങ്ങൾ സഹിക്കാൻ, അവന്റെ സഹനത്തിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇത് പൗലോസ് പറഞ്ഞത് ആശയതലത്തിൽ നിന്നുകൊണ്ടല്ല, തൻ്റെ സ്വന്തം ജീവിത അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പൗലോസ് ഇത് പറഞ്ഞത്. പലപ്പോഴും കല്ലേറുകൊണ്ട ഒരു ശിഷ്യൻ, പലപ്പോഴും പീഡിപ്പിക്കപ്പെട്ട മനുഷ്യൻ, പലപ്പോഴും മർദ്ദിക്കപ്പെട്ട മനുഷ്യൻ, സഹനങ്ങളിൽ പങ്കുപറ്റിയ മനുഷ്യൻ. ഈ പൗലോസ് പറയുന്നത് ആശയതലത്തിൽ നിന്നല്ല, സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ്. നിങ്ങൾ സഹിക്കാൻ കൂടി വിളിക്കപ്പെട്ടവരാണ് എന്ന് പൗലോസ് പറഞ്ഞത് സ്വന്തം ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലാണ്. എത്രയോ പ്രാവശ്യമാണ് പൗലോസ് കല്ലേറുകൊണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് യേശുവിൽ സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ സമയത്ത്, ഈ വാക്കുകൾ പൗലോസ് എഴുതിയ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു പൗലോസ് ശരീരത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടായിരുന്നു. ഈ മുറിവുകൾ കണ്ടുകൊണ്ട്, ആ മുറിവിലുള്ള വേദന അനുഭവിച്ചുകൊണ്ട്, ആ വേദനയിലൂടെ ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട്, ദൈവസ്നേഹത്തെ പ്രതി കത്തിയെറിയുന്ന ഒരു തരം ലഹരി കൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്നത് അനുഗ്രഹമാണെന്ന്. ആ അനുഗ്രഹം കൂടി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 19-20 വചനങ്ങളിൽ പൗലോസ് ജനം മുഴുവനും കൂടി കല്ലെറിയുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും കൂടി പൗലോസ് നടുക്കിൽ നിർത്തി കല്ലെറിഞ്ഞു. മുറിവുകളേറ്റ് രക്തം വാർന്ന് പൗലോസ് അവിടെ വീണു. അവനെ അവര് വലിച്ചു കൊണ്ടുപോയി പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് പൗലോസ് മരിച്ചു എന്ന് കരുതി പൗലോസ് അവർ ഉപേക്ഷിച്ചു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞ് ശിഷ്യന്മാർ വരികയും ശുശ്രൂഷിക്കുകയും ചെയ്തു. പൗലോസ് അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും പട്ടണത്തിലേക്ക് വന്ന് യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു. ഇങ്ങനെ പല സംഭവങ്ങളും പൗലോസ് ജീവിതത്തിൽ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നത് അനുഗ്രഹമാണ് എന്ന് പൗലോസ് പറഞ്ഞ അതേ സമയത്ത് തന്നെ പൗലോസ് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു, ഉണങ്ങാത്ത മുറിവുകൾ. ക്രിസ്തുവിന് വേണ്ടി മുറിവേറ്റതിൻ്റെ അടയാളങ്ങൾ, ക്രിസ്തുവിന് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടതിൻ്റെ അടയാളങ്ങൾ. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ രക്ഷാകരമാണ്. യേശുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുവാനും യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനും നമ്മെ സഹായിക്കുന്നതാണത്. അങ്ങനെ യേശുവുമായി ഒന്നുചേരാൻ നമുക്ക് സാധിച്ചാൽ, യേശു തൻ്റെ കുരിശുമരണത്തിലൂടെ, തൻ്റെ മുറിവുകളിലൂടെ നമുക്ക് നേടിത്തന്ന ആ സൗഖ്യം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. രണ്ടാമതായി, യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് നമ്മെ കഴുകി വിശുദ്ധീകരിക്കാനായി നാം പ്രാർത്ഥിക്കണം. ഇതിനകം ഞാൻ വിവരിച്ചു എന്തുകൊണ്ടാണ് തിരുരക്തത്തിന് നമ്മെ സുഖപ്പെടുത്താൻ കഴിയുന്നതെന്ന്. യേശു തൻ്റെ രക്തം കൊണ്ട് നമ്മെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ സൗഖ്യത്തിന് അനുഭവം ഇന്ന് നമുക്ക് ലഭിക്കണമെങ്കിൽ ഈശോയുടെ ആ തിരുരക്തം നമ്മൾ സ്വീകരിക്കുകയും ആ തിരുരക്തം വഴി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും വേണം. അങ്ങനെ യേശുവിൻ്റെ രക്തത്തിലൂടെ ആ സൗഖ്യത്തിൻ്റെ അനുഭവത്തിൽ പങ്കുപറ്റാൻ നമുക്ക് ഏവർക്കും സാധിക്കും. അതിനാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, അവൻ്റെ മുറിവുകൾ നമ്മെ സുഖപ്പെടുത്തുന്ന മുറിവുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവൻ്റെ ക്ഷതങ്ങളിലൂടെ നമ്മൾ സൗഖ്യം പ്രാപിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവൻ്റെ തിരുരക്തം നമ്മുടെ രോഗങ്ങൾക്ക്, നമ്മുടെ പാപത്തിന് ഔഷധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ പാപങ്ങൾ ഇല്ലാതാക്കാനും നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാക്കാനും ഈശോ കുരിശിൽ മരിച്ച ആ വലിയ കാര്യം തിരിച്ചറിഞ്ഞ്
ആ യേശുവിലൂടെ സൗഖ്യം പ്രാപിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇനി ഈ സൗഖ്യത്തെക്കുറിച്ച് നാം അല്പം വിശദമായി ധ്യാനിക്കേണ്ടതുണ്ട്. സൗഖ്യം എന്ന് പറയുമ്പോൾ അത് സമഗ്രമായ സൗഖ്യമാണ്. ഒരു മനുഷ്യൻ്റെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും അനുഭവപ്പെടുന്ന സൗഖ്യം, നിലനിൽക്കുന്ന സൗഖ്യം, ഇത് യേശുവിന് മാത്രമാണ് നൽകാൻ സാധിക്കുന്നത്. പാപം ചെയ്യുന്ന വ്യക്തിക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് ദൈവിക ജീവനാണ്. പാപം ചെയ്യുന്ന വ്യക്തിക്ക് ആത്മാവിൽ ക്ഷതമേൽക്കുന്നു, ആത്മാവിൽ മുറിവുകൾ ഉണ്ടാകുന്നു, ആത്മീയ ജീവൻ നഷ്ടപ്പെടുന്നു. ഇവിടെയാണ് ഈശോ തൻ്റെ ക്ഷതങ്ങളാൽ നമുക്ക് സൗഖ്യം നൽകുകയും ആത്മാവിന് പുതിയ ജീവൻ നൽകുകയും ചെയ്യുന്നത്. പാപത്തിൻ്റെ എല്ലാ സ്വാധീനത്തിൽ നിന്നും, പാപത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഈശോ തൻ്റെ മുറിവുകളിൽ നിന്ന് ഒഴുകി വരുന്ന തിരുരക്തത്താൽ സൗഖ്യം നൽകുന്നു. രണ്ടാമതായി, ഈ സൗഖ്യം മാനസികവുമാണ്. നമ്മുടെ ശരീരത്തിൽ വേദന അനുഭവിക്കുന്നത് പോലെ മനസ്സിലും നമുക്ക് വേദന ഉണ്ടാകാം. പ്രത്യേകിച്ച് പാപം വഴി വലിയ ഒരു മാനസിക ഭാരം നമുക്ക് ഉണ്ടാകാം. നമ്മുടെ മനസ്സാക്ഷിയെ നിരന്തരം കുറ്റപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സാക്ഷിയെ നിരന്തരം ഭാരപ്പെടുത്തുന്ന ഒരു അനുഭവമായി, വേദനയുടെ അനുഭവമായി നമ്മുടെ പാപം മാറിയേക്കാം. ഈ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, ഈ ഭാരത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, മാനസിക വേദനയുടെ അവസ്ഥയിൽ നിന്ന് കർത്താവായ ഈശോ തൻ്റെ ഇടപെടൽ വഴി നമുക്ക് സൗഖ്യം നൽകുന്നു. അവൻ്റെ മുറിവുകളാൽ നമുക്ക് മാനസികമായ സൗഖ്യവും ലഭിക്കുന്നു. ഈ സൗഖ്യം തരാൻ സാധിക്കുന്നത് ഈശോയ്ക്ക് മാത്രമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ ദിനത്തിൽ ഈശോ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രാന്തി നൽകാം, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകാം. ഈശോ നൽകുന്ന സമാധാനമാണ് യഥാർത്ഥ സമാധാനം. ഇവിടെ ഈശോ പറയുന്ന ഭാരം മാനുഷികമായ ഭാരമല്ല, ചുമടെടുക്കുമ്പോഴുള്ള ഭാരം മാത്രമല്ല. ആ ഭാരത്തിന് ആലങ്കാരികമായ ഒരു അർത്ഥം കൂടെയുണ്ട്. നിയമങ്ങൾ പാലിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നിയമങ്ങൾ പാലിക്കുന്നതിലുണ്ടാകുന്ന ക്ലേശങ്ങളുടെ ഭാരത്തെ കൂടി ഈ പദം കൊണ്ട് ഈശോ ഉദ്ദേശിക്കുന്നുണ്ട്. നുകം എന്ന വാക്കിന് സാധാരണ നുകം എന്ന അർത്ഥമുണ്ട്, അതിനോടൊപ്പം തന്നെ ആലങ്കാരികമായ അർത്ഥമുണ്ട്. പലപ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിയമസംഹിതയെക്കുറിച്ച് നുകം എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ങാനാവാത്ത കൽപ്പനകളുടെ ഭാരത്തെക്കുറിച്ച് നുകം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൽപ്പനകൾ പാലിക്കാൻ സാധിക്കാതെ ആ കൽപ്പനകളുടെ ലംഘനം വഴി ഉണ്ടാകുന്ന ഭാരം, ആ ഭാരം ചുമക്കുന്നവർ എൻ്റെ അടുക്കിലേക്ക് വരട്ടെ, ഞാൻ സമാധാനം നൽകാം, ഞാൻ വിശ്രമം നൽകാം എന്ന് ഈശോ പറയുമ്പോൾ മാനസികമായി നമ്മെ സൗഖ്യപ്പെടുത്തുന്ന, തൻ്റെ മുറിവുകളാൽ നമ്മെ സൗഖ്യപ്പെടുത്തുന്ന ഈശോയാണ് നാം ഇവിടെ കാണുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ജീവിത ഭാരങ്ങൾ കൊണ്ട്, അസ്വസ്ഥതകൾ കൊണ്ട്, പാപം ചെയ്തതിൻ്റെ മാനസിക വേദന കൊണ്ട് ഭാരം ചുമക്കുന്നവരായി, മാനസികമായ അസ്വസ്ഥതകളുമായി ജീവിക്കുന്നവരായി നമ്മൾ ഇപ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇതാ ഈശോ നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അവൻ്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ലഭിക്കുന്നതായിരിക്കും. മൂന്നാമതായിട്ട്, ശാരീരികമായ രോഗങ്ങളും ഈശോ സുഖപ്പെടുത്തുന്നവനാണ്. ഈ വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചു കഴിഞ്ഞാൽ, സുവിശേഷങ്ങളിലൂടെ കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു ചെയ്ത അത്ഭുതങ്ങളിൽ ഭൂരിപക്ഷവും ശാരീരികമായ രോഗങ്ങളുടെ സൗഖ്യത്തോട് ബന്ധപ്പെട്ടതായിരുന്നു. നാളുകളോളം രോഗികളായി കഴിഞ്ഞവർ, നാളുകളോളം രോഗത്തിൻ്റെ പിടിയിലായിരുന്നവർ, അവരെ ഈശോ ഒരു ക്ഷണം കൊണ്ട് സൗഖ്യപ്പെടുത്തി. അവൻ്റെ സൗഖ്യം രോഗികൾക്ക് അവൻ കരുണയോടെ, ദയയോടെ പകർന്നു നൽകി. പക്ഷവാതി രോഗികൾക്കും, കുരുടർക്കും, ചെവിടർക്കും, മറ്റു പല രോഗങ്ങളാൽ വലഞ്ഞിരുന്നവർക്കും, അശുദ്ധിയാൽ വലഞ്ഞിരുന്ന കുഷ്ഠരോഗികൾക്കും ഈശോ പരിപൂർണമായ സൗഖ്യം നൽകി. അവൻ്റെ മുറിവുകളാൽ അവൻ സൗഖ്യം നൽകി. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിനകം നാം കണ്ടു കഴിഞ്ഞു, യേശുവിൻ്റെ രക്തത്താലാണ് അവിടുന്ന് നമ്മെ സുഖപ്പെടുത്തുന്നത്. ആ രക്തം ജീവന്റെ അടയാളമാണ്, ജീവന്റെ
ഉറവിടമാണ്. ആ രക്തം നാം സ്വീകരിക്കുമ്പോഴാണ് ഈ സൗഖ്യം നമ്മിലേക്ക് വരുന്നത്. നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ രക്തത്തിൽ രോഗത്തിൻ്റെ അണുക്കൾ ഉണ്ടാകുമ്പോൾ, ഈ രോഗത്തിൽ നിന്നും വിമോചനം നേടാൻ വേണ്ടി നാം സാധാരണയായി ചെയ്യുന്നത് ആ രക്തത്തിന് പകരം പുതിയ രക്തം സ്വീകരിക്കുകയാണ്. പുതിയ രക്തം സ്വീകരിക്കുമ്പോൾ നമുക്ക് പുതിയ ജീവൻ ലഭിക്കുന്നു. പുതിയ രക്തം ലഭിക്കുമ്പോൾ രോഗബാധിതമായ അണുക്കൾ നിറഞ്ഞ രക്തത്തിന് പകരം നല്ല രക്തം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. അങ്ങനെ ശാരീരികമായ ആരോഗ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. ആധ്യാത്മികമായ ജീവിതത്തിന്റെ കാര്യത്തിലും യേശുവിൻ്റെ ഈ രക്തം, വിലയേറിയ തിരുരക്തം നമ്മൾ സ്വീകരിക്കുമ്പോൾ പാപത്തിന്റെ മാലിന്യം കറന്ന രക്തത്തിന്റെ സ്ഥാനത്ത് യേശുവിന്റെ തിരുരക്തം നമ്മുടെ സിരകളിലൂടെ ഒഴുകുമ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കുന്നു. ജീവന്റെ ഉറവിടമായ, ജീവന്റെ അടയാളമായ ആ രക്തം നമ്മിലേക്ക് ഒഴുകുമ്പോഴാണ് നമുക്ക് സൗഖ്യം ലഭിക്കുന്നത്. അങ്ങനെ നമുക്ക് ശാരീരികമായ സൗഖ്യവും ലഭിക്കാൻ കാരണമാകുന്നു. ഇങ്ങനെ യേശുവിന്റെ ക്ഷതങ്ങളിലൂടെ, അവന്റെ മുറിവുകളിലൂടെ, അവന്റെ രക്തത്തിലൂടെ നമ്മൾ സൗഖ്യം പ്രാപിക്കുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഈ വിശുദ്ധ വാരത്തിൽ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അവന്റെ മുറിവുകൾ നമ്മെ സുഖപ്പെടുത്തുന്നവയാണ്. കുരിശിൽ യേശുവിന്റെ മുറിവുകൾ കാണുമ്പോൾ നമ്മുടെ രോഗങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ വേദനകളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവായ ഈശോയെ, നിന്റെ മുറിവുകളാൽ എൻ്റെ മുറിവുകൾ സൗഖ്യമാക്കണമേ. നിന്റെ തിരുമുറിവുകളിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്താൽ എൻ്റെ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. എനിക്ക് സമഗ്രമായ സൗഖ്യം നൽകണമേ. ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് യേശുവിന്റെ തിരുമുറിവുകൾ നോക്കി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും സൗഖ്യത്തിന്റെ അനുഭവം നമുക്കും ഉണ്ടാകും. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നരുളി ചെയ്ത ഈശോ നമ്മുടെ കൂടെയുണ്ട്. സൗഖ്യം നൽകുന്ന ഈശോ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അവിടുന്ന് നമുക്ക് സൗഖ്യം നൽകിയിരിക്കും. നാം എല്ലാവരെയും സ്നേഹപൂർവം കാരുണ്യത്തോടെ തൻ്റെ പക്കലേക്ക് വിളിക്കുന്ന യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാനായി അവസാനമായി നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസത്തോടെ അവിടുത്തെ നാം സമീപിക്കണം. യേശുവിനെ പല രോഗികളും സമീപിച്ചിരുന്നു. പല രോഗികളെയും യേശു സൗഖ്യപ്പെടുത്തിയിരുന്നു. അവരോട് എല്ലാവരോടും യേശു പറഞ്ഞ ഒരു വചനമുണ്ട്: നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ ശതാധിപനോട് യേശു പറഞ്ഞത് ഇതാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ 12 വർഷത്തോളമായി രോഗബാധിതയായിരുന്ന സ്ത്രീയോട് ഈശോ പറഞ്ഞത് അതാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 52-ാമത്തെ വചനത്തിൽ അന്ധനായ ബർത്തിമിയോസിനോട് ഈശോ പറഞ്ഞത് ഇതാണ്. വിശ്വാസത്തോടെ സമീപിക്കുന്നവർക്കാണ് സൗഖ്യം ലഭിക്കുന്നത്. സൗഖ്യത്തിന് വേണ്ടി ഈശോ ലോകത്തിലേക്ക് വന്നു. നമുക്ക് വേണ്ടി ഈശോ തൻ്റെ രക്തം ചിന്തിക്കൊണ്ട് നമുക്കായി സൗഖ്യം നേടിത്തന്നു. എന്നാൽ അത് സ്വന്തമാക്കണമെങ്കിൽ വിശ്വാസത്തോടെ നാം യേശുവിനെ സമീപിക്കേണ്ടിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വചനങ്ങളിൽ സൗഖ്യത്തിന് വേണ്ടി യേശുവിനെ സമീപിച്ച 2 കുരുടന്മാരോട് ഈശോ ചോദിക്കുന്നുണ്ട്: എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉപകർത്താവേ എന്ന് പറഞ്ഞപ്പോഴാണ് ഈശോ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടതും അവർക്ക് സൗഖ്യം നൽകിയതും. നമ്മെ ഈശോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നാം സൗഖ്യത്തിനായി യേശുവിൻ്റെ പക്കലേക്ക് പോകുമ്പോൾ ഈശോ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്: ഇത് ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? നിന്നെ സുഖപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. നിനക്ക് സൗഖ്യം നൽകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ എനിക്ക് സൗഖ്യം നൽകാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കർത്താവ് നമ്മുടെ മുൻപിൽ വയ്ക്കുന്നു. അതിനാൽ തമ്പുരാന്റെ പക്കലേക്ക് സൗഖ്യത്തിന് വേണ്ടി നാം വരുമ്പോൾ, നമ്മുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ഉറച്ച വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവമേ, അങ്ങ് സൗഖ്യം നൽകുന്നവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ സൗഖ്യം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേക്ക് എന്നെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന മനോഭാവത്തോടെ യേശുവിനെ നാം സമീപിക്കണം. അപ്പോഴാണ് ഇതുവരെ നാം കണ്ട എല്ലാ വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ ആ സൗഖ്യത്തിൻ്റെ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ വിശുദ്ധ വാരത്തിൽ നമ്മൾ കർത്താവിനോട് കൂടെ ആയിരുന്ന് കർത്താവിൻ്റെ രഹസ്യങ്ങൾ, പെസഹ രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് ആ സൗഖ്യത്തിൻ്റെ അനുഭവം നാം ഓരോരുത്തരിലേക്കും കടന്നു വരാൻ വേണ്ടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കണ്ണുകളടച്ച് ഈ സൗഖ്യത്തിൻ്റെ അനുഭവം നമുക്കേവർക്കും ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി മുറിവേറ്റ കർത്താവേ, അങ്ങയുടെ മുറിവുകളാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എവിടെ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളോട് കൂടെ ആയിരുന്ന് അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളെയും ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരെയും അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ സൗഖ്യപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.